ഹായ് ഓൾ, NPTEL നമ്മൾ എൻറോൾ ചെയ്ത കോഴ്സ് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. നമ്മളുടെ കോഴ്സ് പേജിലേക്ക് ലോഗിൻ ചെയ്ത് വരിക. അവിടെ നമ്മളുടെ എൻറോൾ ചെയ്തിട്ടുള്ള കോഴ്സസ് കാണാൻ വേണ്ടി പറ്റും. ദെൻ ഞാനിവിടെ ജോയ് ഓഫ് കമ്പ്യൂട്ടിംഗ് യൂസിങ് പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ് എൻറോൾ ചെയ്തിട്ടുള്ളത്. ദെൻ ഗോ ടു കോഴ്സസ്. അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോഴ്സിൻ്റെ ജസ്റ്റ് ഔട്ട്ലൈൻ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കോഴ്സിൻ്റെ സിലബസ്, ദെൻ അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, എക്സാം ഡേറ്റ്, ദെൻ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനുള്ള ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വീക്ക് 1, വീക്ക് 0, വീക്ക് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വീക്ക് 1 നോക്കുക. ഈ വീക്ക് 1 കുറേ ലിങ്ക് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ ഓരോരോ വീഡിയോസാണ്. ഇതാണ് ഇവിടുത്തെ ക്ലാസ്. ഫസ്റ്റ് വൺ, ഇൻട്രഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്യാം. Who know little about programming, and I would like to see how I can teach them the joy of computing. Okay. Then ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ആ വീഡിയോ വ്യൂ ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ ബ്ലൂ കളറിൽ കാണുന്നത്. ദെൻ ഇതൊക്കെ ഇതിൻ്റെ ക്ലാസ്സസ് ആണ്. ഈ വീക്ക് 1 വരുന്ന ക്ലാസ്സസ് ആണ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രാച്ചിൻ്റെ ആനിമേഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയുണ്ട്. ഓരോ കോഴ്സിലും ആ കോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ അതേപോലെ തന്നെ വീക്ക് 1 എൻഡിങ്ങിൽ നമുക്ക് അസസ്മെൻ്റ് ഉണ്ടാവും. ഇവിടെ വീക്ക് 1 ഒരു ക്യൂസ് ആണുള്ളത്. ക്യൂസ് എടുത്ത് നോക്കാം. ഓക്കെ, വീക്ക് 1 ഡ്യൂ ഡേറ്റ് 7-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലത്തെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. അതിൻ്റെ ആൻസർ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കണം. ദെൻ അതേപോലെ തന്നെ വീക്ക് 2ലും ഇതൊക്കെ അതിൻ്റെ വീഡിയോ ക്ലാസ്സസ് ആണ് ഓരോ ലിങ്കിലും കൊടുത്തിട്ടുള്ളത്. ദെൻ വീക്ക് 2ലും ഇതേപോലെ തന്നെ ക്യൂസസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് അസസ്മെൻ്റ് ഉണ്ട്. നമ്മൾ സാധാരണയായിട്ട് 12 അസൈൻമെൻറ്റിൽ ബെസ്റ്റ് ഓഫ് 8 ആണ് സാധാരണയായിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ പ്രോഗ്രാമിംഗ് അസസ്മെൻറ്റ് 1 എടുത്തു. ദെൻ അസൈൻമെൻറ്റിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ക്ലാസ്സസ് ഒക്കെ നോക്കിയിട്ട് അതെങ്ങനെയാണെന്നുള്ളത് സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. ദെൻ പ്രോഗ്രാമിംഗ് അസൈൻമെൻറ്റ് 2, അസൈൻമെൻറ്റ് 3 എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് ഫോമും ഉണ്ട്. ആ ഫീഡ്ബാക്ക് ഫോമും നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ വീക്ക് 3 ഓരോ വീക്കിലത്തെ ക്ലാസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കിലേക്ക് പോകും. ഓക്കെ, അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളൊരു കോഴ്സ് കാണുകയും എക്സാമിന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.